നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രേഡിംഗിൽ വല്ല കോഴ്സ് ഒക്കെ എടുത്തിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് തുടങ്ങാൻ പോകുമ്പോൾ ആൾക്കാർ മുഴുവനും പറയുക ഗാംബ്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് ഫുള്ള് പൈസ പോണ പരിപാടിയാണ്, അങ്ങനത്തെ നെഗറ്റിവിറ്റി മാത്രം ഇതിന് വരുന്നുള്ളൂ. ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് നെഗറ്റിവിറ്റി ഉള്ളൂ, പ്രോഫിറ്റബിൾ ആയത് വളരെ കുറച്ച് പേര് ആൾക്കാരുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിങ്ങിന്റെ സക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിച്ചതുകൊണ്ടോ ഫിനാൻഷ്യൽ നോളജ് ഉള്ളതുകൊണ്ടോ ഒരു മണി മാനേജ് ഉള്ളത് കൊണ്ടോ നമുക്ക് നല്ല സൈക്കോളജി അറിയുന്നതുകൊണ്ടോ ഒന്നും സക്സസ് ആവാൻ പറ്റില്ല. ഈ ട്രേഡിങ്ങിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിൻ്റെയും കൂടുതലുള്ള ഒരു കോമ്പിനേഷനാണ് ട്രേഡിംഗ് സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സ്ട്രാറ്റജി ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് സൈക്കോളജി വീക്ക് ആയിരിക്കും, മണി മാനേജ്മെന്റ് വീക്ക് ആയിരിക്കും, ക്യാപിറ്റൽ വീക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഇതെല്ലാതും കൂടി ഒരുമിച്ച് ഒരു കോമ്പിനേഷനിൽ വർക്കായി പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡിംഗ് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതിൽ വെറും 25% മാത്രമുള്ളൂ നിങ്ങൾക്ക് ടെക്നിക്കലും മണി മാനേജ്മെന്റും ഒക്കെ വരുന്നത്. ബാക്കി 75% സൈക്കോളജിക്കലാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, ട്രേഡിംഗ് സക്സസ് ആവാനിരിക്കുന്ന പല കാര്യങ്ങളും ഈ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ടിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.